ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിലാണ് കാട് പിടിച്ച സ്ഥലത്ത് അസ്ഥികൂടം കണ്ടെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ SP ശശിധരനാണ് വാസുവിനെ ചോദ്യം ചെയ്തത്. കേസിൽ വാസുവിന്റെ മൊഴി നിർണായകമാണ്. അതേസമയം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 10 വരെയും കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്നും ഡാൻ കുര്യൻ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. ആദ്യം ശശിനാരായണനിലേക്കാണ്. ശശിനാരായണൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 10 വരെയും കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. എന്തായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ എന്നറിയണം. കാരണം നേരത്തെ ഈ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അത്തരം നടപടികളൊക്കെ ഈ കസ്റ്റഡി കാലയളവിൽ ഉണ്ടാകുമോ? ഇപ്പോൾ രാവിലെ 11 മണിയോട് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് കോടതി നടപടികളെല്ലാം പൂർത്തിയായ ശേഷം 2 മണിയോട് കൂടിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ മാസം 10-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. തെളിവുകൾ ശേഖരിക്കണം. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം കോടതിയിൽ ബോധ്യപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡി അനുവദിച്ചത്. അതേസമയം പ്രതിയുടെ അഭിഭാഷകൻ കസ്റ്റഡി കാലാവധിക്ക് എതിർക്കുകയുണ്ടായി. കാരണം 14 ദിവസം വരെ കസ്റ്റഡി കിട്ടിയാണ് ഇത് കസ്റ്റഡി അനുവദിക്കാൻ പാടില്ല എന്നൊരു കാര്യം കൂടി പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞെങ്കിലും കോടതി അന്വേഷണ സംഘത്തിനോട് ആവശ്യം പരിഗണിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ മാസം 10-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടത്. എന്തായാലും ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം ഈ മുൻ നേരത്തെയുള്ള മുരാരി ബാബു അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാണ് മുരാരി ബാബു, അതുകൂടാതെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ തുടങ്ങിയവരെല്ലാം ശബരിമല എത്തിച്ച് വിശദമായ ഒരു തെളിവ് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 പേരെയും ഒരുപക്ഷേ ശബരിമല എത്തിച്ച് വരും ദിവസങ്ങളിൽ തെളിവെടുക്കാൻ സാധ്യതയുണ്ട്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് നടപടികൾ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം തിടുക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷണ സംഘം കടക്കും. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കൃത്യമായ എല്ലാ തെളിവുകളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. നേരത്തെ അറസ്റ്റിലായ സമയത്ത് തന്നെ ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയിലും എത്തിച്ച് കൃത്യമായി തെളിവെടുക്കുകയും അവിടുന്ന് സ്വർണം ശേഖരിക്കുകയും മോഷ്ടിക്കപ്പെട്ട സ്വർണം അന്വേഷണം കണ്ടെടുക്കുകയും ചെയ്തു. അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ വീണ്ടും ആവശ്യമാണ്. ഇവർ തമ്മിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരസ്പരം ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? അതിൽ ആരൊക്കെയാണ് പങ്കുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശബരിമലയിൽ വെച്ച് നടന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ വരും ദിവസങ്ങളിൽ ഈ 3 പേരെയും എത്തിക്കും. ആ 3 പേരെയും എത്തിച്ചതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം വിശദമായ തെളിവുകൾ ശേഖരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഈ കസ്റ്റഡി കാലാവധി ഈ രണ്ടാമത്തെ കേസിൽ, അതായത് ദ്വാരപാലകരുടെ സ്വർണം കവർന്ന കേസിലാണ് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ കട്ടളപ്പാളിയിൽ നിന്നും സ്വർണം കവർന്ന കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുള്ളത്. ആ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിനുശേഷമായിരിക്കും വരും ദിവസങ്ങളിൽ ശശിനാരായണൻ തുടരുക. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, 6 ആഴ്ചത്തെ സമയപരിധിയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് നൽകിയിരിക്കുന്ന ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന് മുന്നോടിയായി അതിവേഗത്തിലുള്ള നീക്കങ്ങളുണ്ട്. 3 പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തു. എൻ വാസുവിനെ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും നീക്കം? ഈ ക്രൈംബ്രാഞ്ചിന്റെ തുടർ നീക്കങ്ങൾ എന്താണെന്നുള്ള എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? ഇതിൽ 10 പ്രതികളായിരുന്നു രണ്ടാമത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR. 10 പ്രതികളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 2 ജീവനക്കാരെയാണ് അറസ്റ്റിലായത്. അതായത് സുനിൽകുമാറും അതോടൊപ്പം മുരാരി ബാബുവും. ഈ 2 പേർക്ക് പുറമെ ശേഷിക്കുന്ന 10 പേര് സുധീഷ് കുമാറിനെ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അയാളിപ്പോൾ റിമാൻഡിലാണ്. ഈ സുധീഷ് കുമാറിനെ എത്രയും പെട്ടെന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സുധീഷ് കുമാറിന് നേരിട്ട് ഇതിൽ പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അത്തരത്തിലുള്ള വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രേരിതമായ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്
വാസുവിനെ ചോദ്യം ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് വാസുവിനെ വിട്ടയച്ചിരിക്കുന്നത്. തുടർന്ന് എപ്പോഴെങ്കിലും വീണ്ടും ആവശ്യം വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരിക്കും. അത്തരത്തിലാണ് കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ വൈകാതെ തന്നെ ഈ ശേഷിക്കുന്ന പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശേഷിക്കുന്നവരിലേക്ക് കൂടി അന്വേഷണം എത്തും. അതിന് വേണ്ട ക്രമീകരണങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും എന്ന ഒരു തലത്തിൽ മാത്രമാണ് ഈ കേസ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാനം കൈവരുന്ന സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. പക്ഷേ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതാണ് ഇനി വ്യക്തമാകാനുള്ളത്. തീർച്ചയായും ഡാൻ, അവിടെയാണ് ഈ കേസിലൊരു അട്ടിമറി സൂചനകൾ കാണുന്നത്. കാരണം ഇപ്പോഴും താഴേക്കിടയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ മാത്രമാണ് ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഉന്നതരിലേക്ക്, ദേവസ്വം ബോർഡിലെ മുൻ ഭരണസമിതിയിലേക്ക് അന്വേഷണം നീങ്ങേണ്ടതല്ലേ? പക്ഷേ ഇതുവരെയും അവരെ, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത നടപടിക്കപ്പുറം മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ലല്ലോ. അതായത് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് കൂടി അന്വേഷണം നീളുമെന്ന സൂചനകളായിരുന്നു ആദ്യഘട്ടം മുതൽ ലഭിച്ചത്. പക്ഷെ ഇതുവരെ പത്മകുമാറിനെയോ അല്ലെങ്കിൽ ആ ഭരണസമിതിയിലുണ്ടായിരുന്ന മറ്റുള്ളവരെയോ ചോദ്യം ചെയ്തതായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ അതിനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചോദ്യം ചെയ്ത് വിട്ടയക്കുക എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കടുത്ത നടപടികൾ ഈ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ഉണ്ടായാൽ അത് വലിയ തരത്തിൽ സർക്കാരിന് പ്രതിരോധത്തിലാകുന്ന നടപടിയായി മാറും. മാത്രമല്ല ചില രേഖകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നും നിലവിൽ കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം എന്ന് രേഖപ്പെടുത്തേണ്ടിയിരുന്നിടത്ത് ചെമ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു ചില രേഖകൾ കൂടി ഇനി പുറത്ത് വന്നേക്കുമെന്നുള്ള സൂചനകളുണ്ട്. കഴിഞ്ഞ ദിവസവും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തി അവിടെ നിന്ന് ചില നിർണായകമായ രേഖകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെ വിശദാംശങ്ങൾ അടക്കം SIT പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിലവിൽ ഈ അടുത്ത ഒരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ വൈകാതെ സമർപ്പിക്കേണ്ടി വരും. ആ ഇടക്കാല റിപ്പോർട്ടിൽ ഇതുവരെയുള്ള അന്വേഷണത്തിലെ പുരോഗതിയും കണ്ടെത്തലുകളും തുടരന്വേഷണത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ്, ഡാൻ തുടരുക. ശശിനാരായണനിലേക്ക് ഒരിക്കൽ കൂടി. ശശിനാരായണൻ, നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ അയാൾ പറഞ്ഞ കാര്യം, ബംഗളൂരുവിലാണ് ഇതിൻ്റെ ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത്. അതിൽ 5 പേർക്ക് പങ്കുണ്ടെന്ന്. പക്ഷെ ആ ഗൂഢാലോചന ആരൊക്കെയാണ് നടത്തിയതെന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തത വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ, അറസ്റ്റ്, അത്തരം നടപടികൾ ഇതുവരെ ഉണ്ടാകാത്തത്? ടോം, തീർച്ചയായിട്ടും ടോം സൂചിപ്പിച്ച പ്രധാന ഘടകമാണ്. അത്തരം ആളുകളിലേക്ക് അന്വേഷണം ഉടൻ തന്നെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് പ്രധാനമായും നിലവിൽ ഈ 10 പ്രതികളാണ് കേസുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആള് 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ, ഒപ്പം മുരാരി ബാബു, മൂന്നാമത്തെ പ്രതിയായ ഇപ്പോൾ സുധീഷ് കുമാർ, അങ്ങനെ ഓരോ പ്രതികളെയും ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്തു വരികയുമാണ്. എന്തായാലും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കാര്യമാണ്. ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരിലേക്ക് അന്വേഷണം എത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുമായാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ കവർച്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്, ആരുമായിട്ടൊക്കെ ആലോചന നടത്തിയാണ് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയാണ് ഈ സ്വർണം കവർന്നത് എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ശബരിമലയിൽ വെച്ചാണോ അതോ ഇനി മറ്റെവിടെയെങ്കിലും വെച്ചാണോ ഇത്തരം ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 കേസും 2 അറസ്റ്റായിട്ട് രേഖപ്പെടുത്തി. ആദ്യത്തെ ദ്വാരപാലകരുടെ ശില്പങ്ങളുടെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അത് കസ്റ്റഡി കാലാവധി 14 ദിവസം കിട്ടുന്നു. അതിനുശേഷം 2ാമത്തെ കേസായ ഈ പട്ടളപ്പള്ളിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം ഈ 3 പ്രതികളെയും സന്നിധാനത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുക, തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളിലേക്കും അന്വേഷണം എത്താത്തതിനെ സംബന്ധിച്ച് വിമർശനങ്ങളുടെ ഇടയ്ക്ക് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇനി ഉള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. വരും ദിവസങ്ങളിൽ ആ തലത്തിലേക്കായിരിക്കും അന്വേഷണം പോവുക. എന്തായാലും ഈ ജീവനക്കാർ, അതായത് ദേവസ്വം ബോർഡ് ജീവനക്കാരിൽ അപ്പുറത്തേക്ക്
ഒരു രാഷ്ട്രീയമാനം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുമ്പോൾ അത്തരത്തിലേക്ക് വരും ദിവസങ്ങളിൽ അന്വേഷണം കടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തിൽ മുരാരി ബാബുവിനെയും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സന്നിധാനത്ത് എത്തിച്ച് തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണം കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡാൻ, ഈ ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശബരിമലയിലെ തെളിവെടുപ്പ് നടക്കണം. കാരണം അതല്ലെങ്കിൽ ഒരു പക്ഷേ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന്, ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധത്തിന് പോലും സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യത്തെ കേസിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചെരിപ്പേറ് വരെ ഉണ്ടായതാണ്. ഈ കസ്റ്റഡി കാലയളവിൽ, അതായത് ഈ മാസം 10 വരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ കസ്റ്റഡി കാലയളവിൽ തന്നെ തെളിവെടുപ്പ് ഉണ്ടാകുമോ? കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് ഈ ആദ്യം 2 ആഴ്ചത്തെ കസ്റ്റഡിയിൽ വിട്ടപ്പോൾ ആ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സന്നിധാനത്ത് എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്തിയേക്കുമെന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതിന് പകരം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇറക്കുമെന്ന്, അതായത് പരമാവധി തെളിവുകൾ, ഈ മൊഴി എടുത്തതിന് ശേഷം പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അങ്ങനെയാണ് അവരുടെ നീക്കങ്ങൾ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങളിലേക്ക് മുരാരി ബാബുവുമായോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ ഇതുവരെ അന്വേഷണ സംഘം അങ്ങനെ പോയിട്ടില്ല. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തിരിയുന്നത്. അതായത് വരുന്ന 10-ാം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടു നൽകുമ്പോൾ സ്വാഭാവികമായി മണ്ഡലകാലം 3-ാമത്തെ ആഴ്ച തുടങ്ങാനിരിക്കുകയാണ്. നവംബർ 3-ാമത്തെ ആഴ്ച. ആ ഒരു പശ്ചാത്തലത്തിൽ അതിനു മുമ്പ് തന്നെ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിൽ പൊതുസമൂഹത്തിന്റെ ഒരു കൃത്യമായ ദിശയിലാണ് ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് എന്ന ഒരു ധാരണ അത് പൊതുസമൂഹത്തിനോട് നൽകേണ്ടതുണ്ട്. കോടതിയെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, അടുത്ത ഇടക്കാല റിപ്പോർട്ടിൽ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കൃത്യമായ വിവരങ്ങൾ കൂടി കൃത്യമായി അതിൽ പരാമർശിക്കേണ്ടതായി വരും. അതുകൊണ്ട് വൈകാതെ തന്നെ ഏതാനും ദിവസങ്ങൾക്കകത്ത് തന്നെ ആ തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തോട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.